I started sweating. അപ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ എത്ര വീർക്കുന്നില്ലേ, നീ ടെൻഷൻ അടിക്കാത്ത ഞാൻ ആരുടെ ഇപ്പുറത്തിരുന്ന അപ്പോൾ എനിക്ക് നല്ല ഐഡിയ ഉണ്ടോ? Because my brain just stopped responding. ജസ്റ്റ് ഒരു ബാഗൊക്കെ തന്നു, കൊട്ടലേക്ക് കയറി പോകുന്നതാണല്ലോ. തൊട്ടുപുറയിൽ മമ്മൂക്ക വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് എന്തോ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു പേരെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊരു ലുക്കിലാണ് നമ്മൾ കാണുന്നത്. എണ്ണയൊക്കെ തേച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകിച്ച് മമ്മൂക്കയാണല്ലോ. മമ്മൂക്ക നമ്മളെ വർക്ക് വെച്ച് റെക്കഗ്നൈസ് ചെയ്യും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടാണ്. സിഗരറ്റ്സിന്റെ കുറേ ഉപയോഗങ്ങൾ ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട്. Why Mammootka would eat it, spit it, chew it, and then അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമായി ഞാനിപ്പോൾ പുള്ളിക്കാരത്ത് പറയാറുണ്ട്, ഐ വിഷ് മറ്റേ ഹാരി പോട്ടറുടെ ആ ഇൻവിസിബിൾ ക്ലോക്ക് ഇല്ലേ, ഐ വിഷ് മറ്റേ ജെത്തിൻ ഇസ് ടോക്കിംഗ് ടു മമ്മൂക്ക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഐ വോണ്ട് ടു വെയർ എ ക്ലോക്ക് ആൻഡ് ലൈക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഹൗ ഡസ് മമ്മൂക്ക വർക്ക് ലൈക്ക് അതെല്ലാം എങ്ങനെ മമ്മൂക്ക ഇത് ചെയ്യുന്നത്. സിഗരറ്റ് ഷോട്ടിന്റെ കാര്യം ജിതിൻ സാർ പറയുന്നുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞതല്ല, അതെല്ലാം മമ്മൂക്ക ഓൺ സ്പോട്ട് ചെയ്തതാണ്. അതൊന്നും പറയേണ്ട, ഇംപ്രവൈസേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ റൗണ്ട് പോകുന്നത് എന്റെ സീനിൽ അതേ റൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, സിഗരറ്റിന്റെ അരികെ ഇങ്ങനെ പോകുന്നു. എനിക്ക് അടുത്ത ഡയലോഗ് പറഞ്ഞല്ലോ ഞാൻ. ഷോട്ട് തുടങ്ങിയപ്പം നമുക്കത് കിട്ടുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് പതുക്കെ ഒന്ന് മുഖം താഴ്ത്തി വന്നിട്ട് ഐ വന്നിട്ട് നിന്റെ പേടിയൊക്കെ ഇപ്പൊ മാറി. ഞാൻ മറ്റേ ഡയലോഗ് ഇപ്പൊ എന്താ പറയാ, ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് ആ ഒരു മോഡൽ. ഇങ്ങനെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി ഡയലോഗ് പറയുമ്പോൾ ഞാൻ മമ്മൂക്കയുടെ കണ്ണിലേക്ക് നോക്കാം. മമ്മൂക്കയുടെ കണ്ണ് ബ്ലാക്ക് കളർ അല്ല, ബ്ലാക്ക് കളർ അല്ല. നമ്മുടെ സെറ്റിങ്സ് ഒക്കെ മാറ്റുന്ന സമയത്ത് നല്ല ഡിലേ വരുമല്ലോ. പക്ഷെ നമുക്ക് വെരി കംഫർട്ടബിൾ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാനപ്പോൾ ഉറങ്ങിപ്പോയി. മമ്മൂക്ക എന്നെ തട്ടി ഉണർത്തുന്നു, എന്നിട്ട് ചോദിക്കുന്നു ഒരു ചായ എടുക്കട്ടെ. ഹായ്, ജിഞ്ചർ മീഡിയയിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കളങ്കാവലിലെ നായികമാരാണ്, പ്രതിനായകന്റെ നായികമാർ. വെൽക്കം. കളങ്കാവൽ കണ്ട സമയത്ത് എനിക്ക് ആ ഒരു ഫസ്റ്റ് നമ്മളതിൽ തുടങ്ങിയത് മുതൽ മമ്മൂക്കായെ കണ്ടത് മുതൽ അവിടെ മമ്മൂക്കാനെ പിന്നെ കണ്ടിട്ടില്ല. സ്റ്റാൻലി അല്ലെങ്കിൽ ആ ആൾ ആരാണോ ആ ഒരു ആന്റഗണിസ്റ്റിനെ മാത്രമാണ് കണ്ടിട്ടുണ്ട്. അവസാനം വരെ ആ ഹീറോ മറന്നു, ആ സ്റ്റാറിനെ മറന്നു. നമുക്ക് പുള്ളിയോട് തോന്നുന്ന ഒരു ഇമോഷൻ മൊത്തത്തിൽ വേറെ ഒന്നാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പേർക്ക് അഭിനയിക്കുമ്പോൾ അപ്പോൾ ആ ലുക്കിൽ പുള്ളി വന്നപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്ത്? അത് മനസ്സിലായി. എന്തോ ഒരു പുള്ളിയുടെ ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഡൂയിങ് സംതിങ് ഡിഫറെന്റ് ത്രൂ എവറി മൂവി, അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. സോ ഐ വാസ് വെരി ഹാപ്പി. അതായത് ഇപ്പം നമ്മൾ ഷോട്ടിനൊക്കെ മുമ്പ് പുള്ളി മൊത്തത്തിൽ ആ ഒരു സ്റ്റാൻലി ആയിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ ചില ഷോട്ടിന്റെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ നമുക്കെന്നെ ഫേസ് ടു ഫേസ് നോക്കി ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കണ്ണിലും ആ ഒരു സ്കെയറി പരിപാടി ഉണ്ടായിരുന്നു. ഫേസിൽ നോക്കി നമുക്ക് ഒരു ഡയലോഗ് പറയാ, അതും ഇതുപോലത്തെ ഒരു ഡയലോഗ് പറയാ എന്ന് പറയുമ്പോ ആ ഒരു മൊമെന്റില് ഞാനൊന്ന് പേടിച്ചായിരുന്നു കണ്ടു. പക്ഷെ എനിക്കൊന്നും കഥ അറിയണ്ടായിരുന്നില്ല, കഥയെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് എങ്ങനെ പോയി കാണുന്നോ അതേപോലെ തന്നെയാണ് നമ്മുടെ കഥാപാത്രമല്ലാതെ വേറെ ഒരു ഐഡിയ, കഥാപാത്രത്തിന്റെ ഗ്രാഫ് അറിയുമോ അതുപോലും അറിയത്തില്ല, അതിന്റെ വേരിയന്റ് നമുക്ക് അറിയത്തില്ല. ആ ഒരു സീൻ എന്താണ് എന്നുള്ളത് കൺവേ ചെയ്തിരുന്നു, അതല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ചെല്ലുമ്പോ ഏത് ലുക്കിൽ വന്നാലും പൊളിയല്ലേ. പക്ഷെ ആ സീനിൽ പോയി നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ആയാലും മേക്കപ്പ് ചെയ്തു കഴിഞ്ഞു, മമ്മൂക്ക വന്നു, നമ്മളെ പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരുന്നു, ജസ്റ്റ് ഒരു ബാഗൊക്കെ തന്നു, കൊട്ടലേക്ക് കയറി പോകുന്നതാണല്ലോ. തൊട്ടുപുറയിൽ മമ്മൂക്ക വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് എന്തോ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു പേരെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊരു ലുക്കിലാണ് നമ്മൾ കാണുന്നത്. എണ്ണയൊക്കെ തേച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകിച്ച് മമ്മൂക്കയാണല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ എന്നുവെച്ചാൽ എപ്പോഴും ഞാനിപ്പോൾ 4 മൂവി മമ്മൂക്കയുടെ കൂടെ ചെയ്തു, 4 പ്രാവശ്യം എനിക്ക് അതേ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ധന്യ ഭീഷ്മയിൽ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക സെക്കൻഡ് ഇന്നിങ്സ് അങ്ങനെ പറയാൻ പാടുമെന്ന് അറിയില്ല, എന്നാൽ പോലും കോവിഡിന് ശേഷമുള്ള നമ്മൾ അതുവരെ കാണാത്തൊരു മമ്മൂക്കയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് ഭീഷ്മയായിരുന്നു. അതിൻ്റെയും തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണുന്ന ആളായിരുന്നു. അന്നത്തെ ഇപ്പോഴത്തെയും വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്നും ഇന്നും തോന്നിയെന്ന് വെച്ചാൽ സ്പേസ് ഉണ്ട്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് മമ്മൂക്ക നമ്മളെ വർക്ക് വെച്ച് റെക്കഗ്നൈസ് ചെയ്യും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടാണ്. ദാറ്റ് ഹി ആസ്ക്ഡ് മീ അബൌട്ട് ജെസ്സിയുടെ ക്യാരക്ടർ ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. ആൻഡ്
അത്രയും കംഫർട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെർഫോമൻസിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മളും അവിടെ നിന്ന് ഒപ്പത്തിനൊപ്പം പെർഫോം ചെയ്യാൻ നോക്കും. സിമിലർ ആയിട്ടാണ് ഇതിലിപ്പോൾ ഈ നമുക്ക് ആ ക്യാരക്ടറായിട്ട് വരുമ്പോൾ എന്താ ഫീൽ ചെയ്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ ആ ഷർട്ടും ആ ഹെയർ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്കിന് അത് വേറൊരാളായിട്ടാണ് പ്രസന്റ് ആവുന്നത് അവിടെ. അപ്പം നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോഴും ആ ഒരു വൈബാ കിട്ടുന്നത്. നമ്മൾ തിരിച്ചും അങ്ങനത്തെ ഒരു വൈബോടെ പെർഫോം ചെയ്യാൻ പറ്റും. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ 1.5 പടമുള്ളൂ മമ്മൂക്കയുടെ കൂടെ. അത് ഭയങ്കര രസമായിരുന്നു ആ സ്റ്റേജിൽ പറഞ്ഞത് കേൾക്കാൻ. അത് മേഘയ്ക്കാണ്. മമ്മൂക്കനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ശ്യാമപ്രസാദ് സാറുടെ ഒരു സിനിമ ചെയ്തിട്ടായിരുന്നു ഒരു ഞായറാഴ്ച. അപ്പോൾ ശ്യാം സർ, രഞ്ജിത്ത് സർ, VKP സർ ഇവരൊക്കെ ചോയ്സിൽ ദേ ഹാഡ് ഡൺ എ തിയേറ്റർ പ്ലേ വേർ ഇവരൊക്കെ തന്നെ ആയിരുന്നു അതിൻ്റെ ഡയറക്ടേഴ്സ്. അപ്പോൾ അന്ന് ചീഫ് ഗസ്റ്റ് ആയിരുന്നു മമ്മൂക്ക. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി മമ്മൂക്കനെ സ്റ്റേജിൽ കാണുന്നു. മമ്മൂക്കയുടെ മറ്റേ വെൽക്കം സ്പീച്ച് പറഞ്ഞിട്ട് മമ്മൂക്ക ലെഫ്റ്റ്. ആൻഡ് ദെൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് കണ്ടത്, ലൈക്ക് ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്. സെക്കൻഡ് ഞാൻ കാണുന്ന ലൈഫിൽ കാണുന്നത് വാസ് രേഖാചിത്രത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇങ്ങനെ ഇറ്റ്സ് എ ന്യൂ എക്സ്പെരിമെൻറ്റ്, മമ്മൂക്ക AI അങ്ങനെ വെച്ചിട്ട് മമ്മൂക്ക നോക്കുന്നത്. ഐ വാസ് ലൈക്ക് ഓ ഓസം. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും വീണ്ടും വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് മമ്മൂക്ക ഇസ് ദേർ, ഇറ്റ്സ് നോട്ട് മമ്മൂക്ക. അതിനിടയ്ക്കാണ് ഇതിന്റെ റിലീസ് നടന്ന സമയത്ത്, രേഖാചിത്രത്തിന്റെ റിലീസിൽ വി സോ മമ്മൂക്ക അറ്റ് ഹിസ് പ്ലേസ്. അപ്പോൾ ലൈക്ക് എവറി ഡേ യു ഗോട്ട് ടു സീ മോർ. ഇപ്പം ഐ ഡിഡ് എ മൂവി വിത്ത് മമ്മൂക്ക, കറക്റ്റ് ആണ്. ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് കലംകാവൽ ഹാപ്പൻ. പക്ഷെ ഐ എം ലിറ്റിൽ ഗ്രീഡി. ഐ വോണ്ട് ടു വർക്ക് മോർ. I want to see me more with it. ഞാനും ധന്യ വി വർ ടോക്കിംഗ് അപ്പോൾ റീസെന്റ് സിഗരറ്റ്സിന്റെ കുറെ ഉപയോഗങ്ങൾ ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട്. വൈ മമ്മൂക്ക വുഡ് ഈറ്റ് ഇറ്റ്, സ്പിറ്റ് ഇറ്റ്, chew it. And then അതൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമായി ഞാനിപ്പോൾ പുള്ളിക്കാരത്ത് പറയാറുണ്ട്, ലൈക്ക് ഐ വിഷ് മറ്റേ ഹാരി പോട്ടറുടെ ആ ഇൻവിസിബിൾ ക്ലോക്ക് ഇല്ലേ, ഐ വിഷ് മറ്റേ ജെത്തിൻ ഇസ് ടോക്കിംഗ് ടു മമ്മൂക്ക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഐ വോണ്ട് ടു വേറെ ക്ലോക്ക് ആൻഡ് ലൈക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കല്ലേ, ഹൗ ഡസ് മമ്മൂക്ക വർക്ക്, ലൈക്ക് അതൊക്കെ എങ്ങനെ മമ്മൂക്ക ഇത് ചെയ്യുന്നത്. I'm so curious to see. പക്ഷേ അതിൻ്റെ ഒരു കുട്ടി പോർഷൻ ആസ് എൻ ആർട്ടിസ്റ്റ്, ലൈക്ക് ഐ തിങ്ക് ഐ ഗോട്ട് ലക്കി ടു വർക്ക് വിത്ത് ഹിം ആൻഡ് ഷെയർ എ സ്പേസ് വിത്ത് ഹിം. ഇതാണിപ്പോൾ കലംകാവലിൻ്റെ ഒരു സിഗരറ്റ് ഷോട്ടിന്റെ കാര്യം ജിതിൻ സാർ പറയുന്നുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞതല്ല, അതെല്ലാം മമ്മൂക്ക ഓൺ സ്പോട്ട് ചെയ്തതാണ്. അതൊന്നും ഇംപ്രവൈസേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സിഗരറ്റ് അത് വേണ്ടാന്ന് വെക്കാം എന്നായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വേണ്ട, അത് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. കാരണം ആക്ച്വലി തിയേറ്ററിലും അതിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. തീർച്ചയായിട്ടും അതും സ്മോക്ക് മറ്റേ റൗണ്ടിൽ എത്തുന്നതിന് മുന്നേ ലൊക്കേഷനിൽ തന്നെ നമുക്ക് സർപ്രൈസസ് കൊടുത്തോണ്ടിരിക്കും. എല്ലാതും ആ സമയത്ത് പുള്ളി ചെയ്യുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർ കാണുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി തരുന്ന റിയാക്ഷൻ, പുള്ളി എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് ആ മൊമെന്റിൽ സംഭവിക്കുന്നതാ, നോട്ട് ഈവൻ ഡയറക്ടേഴ്സ്. ഏതെങ്കിലും സീൻ ഓർമ്മയുണ്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ പെട്ടെന്ന് ഇത് റൗണ്ട് പോകുന്നത് എന്റെ സീനിൽ അതേ റൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, സിഗരറ്റിന്റെ ഇങ്ങനെ പോകുന്നു. എനിക്ക് അടുത്ത ഡയലോഗ് പറഞ്ഞല്ലോ ഞാൻ. എന്റെ സീനിലും ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ ആ ഒരു പ്രാവശ്യം ലൈക്ക് ഐ ഹാവ് സീൻ ദ സിനിമ, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ആ ഷോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ എന്റെ ഷോട്ടിലും ഐ സ്റ്റിൽ റിമെമ്പർ മമ്മൂക്ക മറ്റേ ഇങ്ങനെ വലിച്ചിട്ട് ഈ റിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലൈക്ക് ഈ റിംഗ് ഉണ്ടാക്കുന്ന ദാറ്റ് ടു മമ്മൂക്ക ആൻഡ് ദെൻ ദിസ് ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഇറ്റ് ടേക്സ് ഫ്യൂ സെക്കൻഡ്സ് ഫോർ യു ടു റിയലൈസ് ദാറ്റ് യു ആർ ഇൻ എ സെറ്റ് നെക്സ്റ്റ് ടു മമ്മൂക്ക ആക്ടിങ് ടു എ ക്യാരക്ടർ ആൻഡ് ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് വിത്ത് യു ആൻഡ് ലൈക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഇതൊക്കെ നടക്കുന്നത്. ബിക്കോസ് ആ ചല്ല തിങ് ദാറ്റ് റിംഗ് തിങ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇറ്റ് വാസ് റിയലി സംതിങ് വെരി ഡിഫറെന്റ് that as an artist you can experience being next to Mammootka. സെയിം തിങ്. എൻ്റെ സീനിലും ആ ഒരു മരത്തിന്റെ ഒരു ബ്രാഞ്ച് പോകുന്നുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ഒരു സീൻ. ആ സീനിനകത്ത് നമുക്കറിയാം ഇതാണ് പറയാൻ പോകുന്നതെന്ന്, ലൈക്ക് പേടിയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു മരത്തിന്റെ ചില്ലയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നില്ല ഫേസ് ടു ഫേസ്. നമ്മൾ ആ ഒരു ആക്ടിവിറ്റി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ലൈക്ക് ഷോട്ട് തുടങ്ങിയപ്പം നമുക്കത് കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് പതുക്കെ ഒന്ന് മുഖം താഴ്ത്തി വന്നിട്ട് ഐ ടു ആയി വന്നിട്ട്
നിന്റെ പേടിയൊക്കെ ഇപ്പൊ മാറി. ഞാൻ മറ്റേ ഡയലോഗ് ഇപ്പൊ എന്താ പറയാ, ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട്. ആ ഒരു മോഡെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഇത് കിട്ടുന്നതിനിടയ്ക്ക് നേരെ പറയും ഇപ്പൊ നിന്റെ പേടിയൊക്കെ മാറിയോ. നമ്മളൊരു നോർമൽ ആ കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരെ കണ്ണിലേക്ക് നോക്കി ഡയലോഗ് പറഞ്ഞത് എനിക്ക് പേടിയൊന്നും ഇല്ല. ആക്ച്വലി അതൊരു ഇതായിരുന്നു കേട്ടോ. നമുക്ക് മമ്മൂക്കയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നമ്മളൊക്കെ ഡൈഹാർട്ട് ഫാൻ ഓഫ് മമ്മൂക്ക എല്ലാവരും ആണ്. അപ്പൊ നമ്മൾ ദൂരത്ത് നിന്ന് കണ്ടിട്ട്, ഞാൻ മമ്മൂക്കനെ ഫസ്റ്റ് കാണുന്ന പഴശ്ശിരാജയുടെ ഷൂട്ടിന് ആണ് കണ്ണൂർ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഷൂട്ട് നടക്കുമ്പോൾ പുള്ളി ഇങ്ങനെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി ഡയലോഗ് പറയുമ്പോൾ ഞാൻ മമ്മൂക്കയുടെ കണ്ണിലേക്ക് നോക്കാം. മമ്മൂക്കയുടെ കണ്ണ് ബ്ലാക്ക് കളർ അല്ല. അപ്പൊ നമുക്ക് അതിന്റെ ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഡയലോഗ് പറയാൻ വേണം, എന്നാ ഈ ഒരു മൊമെന്റ് മിസ്സാക്കാനും പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ അടുത്ത് കോണ്ടാക്ട് കിട്ടുന്നത് ഫസ്റ്റ് ടൈം ആണ്. അടിപൊളി. വേറൊരു കാര്യം, നമ്മളെങ്ങനെ ബെഡിൽ പ്ലേസ് ചെയ്തിട്ട് പറഞ്ഞു പൊസിഷനിൽ വെച്ചിരിക്കുക മമ്മൂക്ക വരുമ്പോൾ ഇവിടുന്ന് അനങ്ങരുതെന്ന് പറഞ്ഞു. കാരണം കൺമണി കൊച്ചു പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റാണല്ലോ മമ്മൂക്ക വരിക. അപ്പം നമ്മളിങ്ങനെ ബെഡിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്ക വന്നിരുന്നാൽ മതി. മമ്മൂക്കായെ കണ്ടപ്പോൾ ഇല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് യന്ത്രം പോലെ നമ്മൾ പുതപ്പൊക്കെ മാറ്റിട്ട് ചാടി വെച്ചു. അപ്പോൾ അവിടെ ഇരിക്കും. പിന്നെ ഞാൻ തിരിച്ചു വന്നിരുന്നു. നമ്മൾ തന്നെ ഏറ്റുപോകുന്ന ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഓറയാണത്. ടിക്കറി വില്ലേജ് മറ്റേ ചാടി വരുന്ന ആളായിരുന്നു, ഇവിടെ പാവം പിടിച്ച ആളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ടിക്കറി വില്ലേജ് ഈ സെറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ആ സെറ്റും എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ആ രാത്രി സമയം കുറെ ആൾക്കാര് തീയൊക്കെ പിടിച്ച് നിൽക്കുന്നു, ബാക്കി ആസീസ് ശബരി ചേട്ടൻ എല്ലാവരും നിൽക്കുന്നു. ആ സമയത്താണ് ഞാൻ അറിയുന്നത് എന്റെ സീൻ ഇതാണ്. അതുവരെ എനിക്കറിയാം. എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ വരുന്നു, യുപിക്കാരിയാണ്, അസീസ് കെനെ പിടിച്ച് ഒന്ന് കറക്കി വിടേണ്ടി വരും, അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മളൊരു 4 പേരുണ്ടായിരുന്നു, നമ്മളെ കൊണ്ട് ചാടിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഹൈറ്റിൽ കൂടുതൽ ചാടുന്ന ആളെ വെച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ, ഇതിൽ ആര് ചെയ്യുന്നു എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ചാടി. അപ്പൊ എന്റെ അടുത്ത് അത് ചെയ്യാൻ പറഞ്ഞു, ചാടണമെന്ന് പറഞ്ഞു. അത്രയും വരെ. അപ്പൊ ഞാൻ ഓക്കെ ആയി. അങ്ങനെ ചാടാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അപ്പൊ സാറിന് വിളിക്കല്ലേ, സാറുണ്ടോ ഈ സീനിൽ, സാറിന് നേരെയാണ് ചാടാൻ പോകുന്നത്. ഞാൻ അപ്പൊ തന്നെ ഇല്ലാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ റെസ്പെക്ട്, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ മമ്മൂക്കനെ നേരിട്ട് കാണാൻ പോകുന്നത്. അതും ഞാൻ വാളും പിടിച്ചിട്ട് മമ്മൂക്കനെ നോക്കി നിൽക്കുകയാണ്. അത് ഈ റെസ്പെക്റ്റിന്റെ പുറത്ത് തന്നെ എനിക്കും അതൊരു ടെൻഷനുള്ള പരിപാടിയായിരുന്നു. ബട്ട് സ്റ്റിൽ അത് ആ ഒരു സീൻ ചെയ്തു. ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്ന സീൻ വരുന്നു, ചാടി വാളും കൊണ്ട് ലാൻഡ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാണുന്നത് ഫസ്റ്റ് വാള് പിടിച്ചിട്ടാണ്. അത് വാള് പിടിച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ മേക്കപ്പും ചെയ്തിട്ടാണല്ലോ. ചാടി ലാൻഡ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുന്നു മമ്മൂക്കയുടെ അടുത്ത്. മമ്മൂക്ക അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ കണ്ണൂർ സമയത്തും പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ മലയാളിയാണെന്ന്. മമ്മൂക്ക എന്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ഞാൻ തിരിച്ച് മലയാളത്തിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ മലയാളിയാണെന്ന് എന്റെ പുള്ളിക്ക് മനസ്സിലായത്. അത് ഞങ്ങൾക്കും പിന്നെയാണ് മനസ്സിലായത് മലയാളി. അത് റോണിക് മേക്കപ്പിന്റെ അങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കളംകാവില് വരുന്നത്. കളംകാവില് സെറ്റിൽ വെച്ചിട്ടും ഈ സെയിം ആയിരുന്നു. ഒരു ചെറിയ ഫൺ മൊമെന്റ് ഉണ്ടായത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ഒരു സീനാണ് നമ്മളുടെ കല്യാണം എന്നുള്ളൊരു സീനാണ്. അപ്പോൾ നമുക്ക് അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മറ്റേ അടിച്ച് പല്ല് തെറിപ്പിച്ച് ഇപ്പൊ ഇവിടം വരെ എത്തിയത്. നമുക്ക് പറയുമായിരുന്നു, അടിച്ച് പല്ലടിച്ചതിന് പകരം നീ ഇപ്പൊ താലി കെട്ടിപ്പിച്ചില്ലേ. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. എനിക്ക് കിട്ടിയ ഒരു സീൻ അങ്ങനെയാണ്. ഞാൻ സിനിമയിലേക്ക് വന്നതേ അങ്ങനെ ഒരു ചെറിയൊരു സീനിലാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല മമ്മൂക്കയുടെ കൂടെ ആയിരിക്കും എനിക്ക് ഒരു സീൻ ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. അതിൽ നേരെ മമ്മൂക്കയുടെ നായികയായിട്ട് എത്തി. അവിടെ വെച്ച് തന്നെ മമ്മൂക്ക നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക റെക്കഗ്നൈസ് ചെയ്യും നമ്മൾ ചെയ്ത ക്യാരക്ടർ വെച്ചിട്ട്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മമ്മൂക്കനെ കണ്ടപ്പോൾ മമ്മൂക്ക, എനിക്കറിയില്ല എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് പോലും, ലൈക്ക് മേക്കപ്പ് ഇല്ലാണ്ട് കാണുമ്പോ എന്നെ തിരിച്ചറിയോന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഹി കോൾഡ് മീ, ഹേയ് ഫൈറ്റർ കുട്ടി, അങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അത് ഭയങ്കര, നമ്മളെ അറിയുന്നു, നമുക്ക് ആ ഒരു ചെറിയ സീൻ ചെയ്തതിന്റെ പുറത്ത് നമ്മളെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതിന് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. ശേഷം കളംകാവൽ ഹാപ്പി. ഇതിനും കൂടുതൽ എന്ത് വേണം. അതെ അതെ, ബസൂക്കലുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു ബസൂക്കൽ. ഇപ്പൊ വീണ്ടും കുറച്ചുകൂടെ കൂടെ നിൽക്കുന്ന ഇതേപോലെ തന്നെ പേരായിട്ട്. ബസൂക്കിൽ എനിക്ക് വലിയ റോളില്ലായിരുന്നു, ബട്ട് ഐ ഹാഡ് ത്രൂ ഔട്ട് പ്രസൻസ്. അപ്പൊ അത് ഞാൻ ഡിസാറ്റിസ്ഫൈഡേ അല്ലായിരുന്നു. കാര്യം 20 days ഐ എം ഗോയിങ് ടു സ്പെൻഡ് വിത്ത് മമ്മൂക്ക. ആൻഡ് അങ്ങനെ കൂടെ ഉള്ളപ്പോൾ തന്നെ ഒരുപാട് പഠിക്കാം. ഇതേപോലൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേറെ കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം മമ്മൂക്കാക്ക് സെറ്റില് അടഞ്ഞൊതുങ്ങി
ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര റെസ്പെക്ട് ആണ്. ലൈക്ക് വർക്ക് ചെയ്യുന്നു പോകുന്നു എന്നൊക്കെ ഉള്ളവർ ഒരു പ്രത്യേക റെസ്പെക്ട് ആണ്. അപ്പം ഇടയ്ക്ക് സെറ്റിൽ ഇങ്ങനെ ഷിഫ്റ്റ് വരുമ്പോൾ, അതായത് ക്യാമറ സെറ്റിങ്സ് ഒക്കെ മാറ്റുന്ന സമയത്ത് നല്ല ഡിലേ വരുമല്ലോ. പക്ഷെ നമുക്ക് വെരി കംഫർട്ടബിൾ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോയി. ഉറങ്ങി ഇങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോൾ മമ്മൂക്ക എന്നെ തട്ടി ഉണർത്തുന്നു. എൻ്റെ അടുത്ത് എന്നെ ചോദിച്ചു, ഞാൻ കണ്ണുറക്കുമ്പോൾ എൻജലിക് ഫേസ്, എന്നോട് ചോദിക്കുന്നു ഒരു ചായ എടുക്കട്ടെ. മമ്മൂക്ക എന്റെ ഉറങ്ങുന്ന ഫോട്ടോ എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണുറന്ന് നോക്കുമ്പോൾ ഒരു ചായ എടുക്കട്ടെ. വിശ്വസിക്കണോ, ഇതാണ് സ്വപ്നം, അതാണ് സ്വപ്നം. അത് നമ്മള് ദൂരെ നിന്ന് കാണുന്ന പോലെ അത്ര അടുത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലൈക്ക് ഹൗ സച്ച് എ പേഴ്സൺ ക്യാൻ എക്സിസ്റ്റ് എന്നുള്ള രീതിക്ക്. ആൻഡ് ചായ എടുക്കട്ടെ. അപ്പൊ ഞാൻ ഒരു ഫാദർലി ലൈക്ക് ഒരു എന്താ പറയാ, ഒരു വാത്സല്യത്തിനോടുള്ള ഒരു മുഖമായിരുന്നു അത്. അങ്ങനെ ധന്യയുടെ ക്യാരക്ടറാണ് ഒരു മലയാളി തമിഴ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഒരു തമിഴ് കുട്ടിയായിട്ട് വരുന്നുണ്ട് അല്ലേ. ഒരു അമ്മയാണ്, കുട്ടികളുള്ള അമ്മയാണ്. ഞാൻ കേട്ടു ധന്യ അതിന്റെ മുന്നേ തമിഴ്നാട്ടിലൊക്കെ പോയൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു തമിഴ് കുട്ടിയാവാൻ. ഞാൻ ഒരു 2 days മുന്നേ ഒന്നുമില്ല, ആദ്യമേ സ്ക്രിപ്റ്റ് കിട്ടിയായിരുന്നു, ലൈക്ക് എൻ്റെ പോർഷൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ത്രൂ നമ്മൾ പോവും, റീഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 days മുന്നേ ഞാൻ പോയായിരുന്നു. അത് ഇവരോട് ആരോടും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എവിടെയാ ഈ ഷൂട്ട് നടക്കുന്ന ആ സ്പേസ് തിരക്കി, എന്നിട്ട് അതിനടുത്തായിട്ട് ഞാൻ സ്റ്റേ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയില്ല, 2 ചേച്ചിമാരെ ഞാൻ ത്രൂ ഫോൺ കണക്ട് ചെയ്തായിരുന്നു. ത്രൂ ഫോൺ കണക്ട് ചെയ്തിട്ട് അവരാണ് എനിക്ക് ഈ ഡയലോഗ്സ് എല്ലാം റെൻഡർ ചെയ്ത് തന്നത്. അവർ സംസാരിക്കുമ്പോഴത്തേക്കിനും അവരുടെ ലാഫും അവരുടെ ചിരി, ടോൺ, മോഡുലേഷൻ എല്ലാം വേറെയാ. അവർ കുറെ നേരം എന്നോട് സംസാരിച്ചു. ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ആണ്, ബട്ട് സ്റ്റിൽ അവർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ബസ്സിലൊന്ന് ട്രാവൽ ചെയ്തു, അവിടെ കുറച്ച് സ്ഥലം ബസ്സിലൊക്കെ തന്നെ ട്രാവൽ ചെയ്ത് പോയി. ഫലം ഉണ്ടായി. ജിതിൻ സാർ പറയുന്നുണ്ടായിരുന്നു, മൂവി ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം മമ്മൂക്കയെ കാണാൻ വേണ്ടി പോയപ്പോ ദുൽഖർ വാസ് മെൻഷനിങ് അബൌട്ട് കൺമണി. പ്രിപ്പറേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ കഷ്ടപ്പാടിന്റെ അല്ല. നമ്മുടെ ക്യാരക്ടറിന്റെ ഗ്രാഫ് എന്താണെന്നും ഇതിന് എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്നും അറിയായിരുന്നോ? എന്റെ ഈ ടേക്ക് എടുത്ത സ്ഥലം വാസ് ആക്ച്വലി എ ഗറാജ്. ഒരു കാർ ഗറാജിനെ അവർ മാറ്റിയിട്ട് ബെഡ്റൂം ആക്കിയതാണ്. അപ്പോ ഇതിനകത്ത് അപ്പൊ വെന്റിലേഷൻ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് ദെൻ ഇങ്ങനെ ചൂടെടുത്തിട്ട് ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. ആൻഡ് ദെൻ മൈ ബിഗ്ഗസ്റ്റ് trembling thought was that I have to be next to Mammuka. ആ ഫ്രെയിമിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കണം. ആൻഡ് ദെൻ യു ഹാവ് ടു ഗോ ആൻഡ് സിറ്റ് ഇൻ ദ ബെഡ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഓൾറെഡി ദിസ് ഇസ് സഫോക്കേറ്റിംഗ് സോ മെനി പീപ്പിൾ. ഇപ്പുറത്തിരിക്കുന്ന ആൾ മമ്മൂക്ക, എന്തായാലും ഒരു ബ്ലാങ്കറ്റും കൂടെ ഉണ്ട്. എവറിത്തിങ് ഈസ് ദേർ. ഐ സ്റ്റാർട്ടഡ് സ്വെറ്റിംഗ്. അപ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ എത്ര വീർക്കുന്നില്ലേക്ക്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ? ഞാൻ ആരുടെ ഇപ്പുറത്തിരുന്നപ്പോൾ എനിക്ക് നല്ല ഐഡിയ ഉണ്ടോ? ബിക്കോസ് മൈ ബ്രെയിൻ ജസ്റ്റ് സ്റ്റോപ്ഡ് റെസ്പോണ്ടിങ്. അതുകൊണ്ട് സീൻ ലൈക്ക് അപ്പോൾ ജിതിൻ കെയിം ആൻഡ് മമ്മൂക്ക എങ്ങനെ വി ആർ റിഹേഴ്സിംഗ് ദ ഡയലോഗ്. അപ്പൊ ഇങ്ങനെ മമ്മൂക്ക വാസ് ലൈക്ക് ദിസ് ഇസ് ദ പ്രീവിയസ് സീൻ. ഈ സീനിലേക്ക് എത്തുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ദീസ് ആർ ദ സർട്ടൻ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഷോ ദാറ്റ് യു ഹാവ് ടു ബി കംഫർട്ടബിൾ. ലൈഫിൽ ആദ്യമായിട്ട് തന്നെ എത്ര അടുത്ത് മമ്മൂക്കനെ കാണുന്നതും. ആൻഡ് ദെൻ ഐ ഗോ ആൻഡ് ഐ സിറ്റ് ആൻഡ് ഐ ട്രൈ. ഐ ബി ലൈക്ക് ഓക്കെ. റിഹേഴ്സൽസ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ റിഹേഴ്സൽസ് ചെയ്യാനായിട്ട് ഡയലോഗ് ഓർക്കുവാണ്. ഓക്കെ എന്നെ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അങ്ങനെ ലാസ്റ്റ് മമ്മൂക്ക എത്ര സെറ്റ് ചെയ്യുന്നത് ഐ സെഡ് ദിസ് ലൈക്ക് മമ്മൂക്ക ഡു യു ഹാവ് എനി ഐഡിയ ഞാൻ ആടെ ഇപ്പുറത്ത് ആക്ട് ചെയ്തത്. മമ്മൂക്ക സ്റ്റാർട്ടഡ് ലാഫിങ്. മമ്മൂക്ക വാസ് ലൈക്ക്, നീ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് അഭിനയിക്കുന്നു. ഞാൻ പടച്ചോടാണ് സത്യം ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് എനിത്തിങ് ഇൻ ദ വൈൽഡസ്റ്റ് ഓഫ് ദ വൈൽഡസ്റ്റ് ഡ്രീം, ബട്ട് നോട്ട് ദിസ്. ബട്ട് ദെൻ നമ്മളിങ്ങനെ പറയുന്ന പോലെ ബീങ് വിത്ത് ദാറ്റ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ബി ഹിംസെൽഫ്. പുള്ളിയുടെ കൂടെ ചെയ്യുന്ന സമയത്ത് ദ വേ ഹി മേഡ് മീ കംഫർട്ടബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് മറ്റേ ഈ ബേക്ക് സൈഡ് റിംഗോ, അപ്പൊ ആ റിംഗ് ലൈക്ക് ആ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക വാസ് സോ പൊലൈറ്റ് എനഫ് എൻ്റെ അടുത്ത് ചോദിച്ചു ലൈക്ക് വലിക്കുന്നത് അൺകംഫർട്ടബിൾ ആണോ എന്ന്. ദിസ് ഇസ് പാർട്ട് ഓഫ് സ്റ്റാൻലി, ദിസ് ഇസ് എവറിത്തിങ്. പക്ഷെ ഞാൻ ദ തിങ് ഇസ് ഐ എം സ്റ്റേയിങ് ദിസ് ക്ലോസ് ടു മമ്മൂക്ക. ഞാൻ അത് അൺകംഫർട്ടബിൾ ആവാൻ പാടില്ല.
അൺകംഫർട്ടബിൾ ആവാൻ പാടില്ല എന്നൊരു സബ്ജക്ട് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും ഞാൻ പറയുന്നില്ല. ബട്ട് വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് ഹിസ് കോർട്ടസി ഇത് ചോദിക്കാനുള്ള ഒരു സംഭവം പുള്ളി എടുത്തത് was a big deal for me. അഭിസ്വാന ഒരു ബൈറ്റ് കൊടുത്താൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ ഉള്ളിടത്തോളം കാലം അതാണ് ഏറ്റവും വലിയ ഹൈ എന്ന് പറഞ്ഞു. മമ്മൂക്ക എന്നുള്ള ഫാക്ടർ മാറ്റി നിർത്തിയാൽ ഇതിലെ കളങ്കാവലിലെ ഏറ്റവും വലിയ ഹൈ എന്താ? മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് മാറ്റി നിർത്താൻ പറയാം. വിനായകൻ ജിതിൻ സാറിന്റെ ഡയറക്ഷൻ, ഇതാ പറഞ്ഞ സ്ക്രിപ്റ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു സിനിമയാവും? അത് ശരിയാണ്. നമുക്ക് മമ്മൂക്ക ഇങ്ങനെ ഒരു മാസ്മറൈസിങ് ഫിഗറായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം അതിന്റെ ഫാക്ട് കൂടിയാണ് കറക്റ്റായിട്ടും. പലരും എന്നോട് സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടു കഴിഞ്ഞ് പോസ്റ്റർ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് വയലൻസ് ആണോ, വയലൻസ് പേടിയാണ്, കുട്ടികളെ കൊണ്ടുപോകാം. ലേഡീസ് കുറെ പേര് ചോദിച്ചു. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്, എന്റെ മോന് 8 വയസ്സായി, കുഞ്ഞിനെ കൊണ്ടുപോയി കാണാൻ പറ്റും. ലേഡീസ് ഇൻവോൾവ് ആണ്. ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായില്ല ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ചോദിക്കുന്നത്, അയ്യോ ഇങ്ങനെ കൊല്ലുന്നതൊക്കെ എങ്ങനെയാ കാണിക്കുന്നത്? കുറെ ഡയറക്ടർ ബ്രില്യൻസും അതുപോലെ ജിഷ്ണു ചേട്ടന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഇതും അവർ എടുത്തൊരു രീതി ഉണ്ടല്ലോ, അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പേരുമായിട്ടും അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ള എവിഡന്റ് ആണെങ്കിൽ പോലും ഒരാളുടെ അടുത്ത് പോലും ഒന്ന് തൊടുപോലും ചെയ്യുന്നില്ല അദ്ദേഹം, അല്ലെ? വേറൊരു ചെറിയ ഒരു ഇതുപോലെ ചില റൂം സീനുകൾ അങ്ങനെയുള്ള ഒരു ഇതൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണെങ്കിൽ ഇനീഷ്യൽ സാധനം മാത്രമേ ഉള്ളൂ തന്നെയാണ്. പിന്നെ നമ്മള് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവൾ ഇറങ്ങിപ്പോയി എന്ന് അമ്മ പറയുമ്പോഴാണ് നമുക്ക് ആ ഇറങ്ങിപ്പോവല് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ അയ്യോ അവരും കുടുങ്ങിയല്ലോ എന്നുള്ളൊരു ഫീല് വരുന്നത്. ബാക്കി നമുക്ക് അറിയുന്നില്ലല്ലോ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പൊ ചേച്ചിയുടെ ആണെങ്കിൽ ഏകദേശം നമുക്ക് സ്നേഹത്തോടെ വിട്ടല്ലോ. സത്യസന്ധമായിട്ട് പറഞ്ഞാല് അല്ല, ഞാൻ മരിക്കുമ്പോ ഇദ്ദേഹം എന്നെ കൊന്നാന്ന് എനിക്കറിയില്ല, കാരണം എന്നെ ഷുഗർ നോക്കിട്ട് വിട്ടല്ലോ, കുഴപ്പമില്ല, ഫൈൻ. ഞാൻ കാര്യം അപ്പൊ സ്നേഹത്തോടെ മരിച്ചു. ഹസ്ബൻഡ് അപ്പൊ അതായത് സ്റ്റാൻലി ദാസിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മരിച്ചത് അല്ലേ? എനിക്കറിയില്ല, എവിടെയെങ്കിലും ആയതുകൊണ്ടോ അത് ഇവരെയൊക്കെ കൊല്ലുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ മാത്രം സന്തോഷമായിട്ട് വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് കിടന്നുറങ്ങുന്നു. അദ്ദേഹം ഞാൻ തന്നെ ക്ലീൻ ആയി മരിച്ചെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? കളങ്കാവല് എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എനിക്ക് ഹരിതനെ കുറിച്ച് 2 വാക്ക് പറയാം. അതെ, ഹരിതനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ഹരിതയുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ എഴുത്തോളയുടെ ഇന്റർവ്യൂലാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഞാൻ അന്ന് നോട്ടീസ് ചെയ്ത അതിനുശേഷമാണ് ഞാൻ ഹരിതയുടെ ഇന്റർവ്യൂസ് കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇപ്പൊ കുറേ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇന്റർവ്യൂസ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്റ്റഡി ചെയ്ത് ആരുടെ ഇന്റർവ്യൂ ആണ് എടുക്കാൻ വരുന്നത് അവരുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഹരിത ഇന്റർവ്യൂ എടുക്കുന്നത്. അത് വളരെ ഒരു എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ സന്തോഷം. താങ്ക് യു.